പ്രവാചകപ്രഭു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനാഥത്വം നിറഞ്ഞ ജീവിതം ഏതൊരാളുടെയും കണ്ണുകൾ നനയിക്കും. അവിടുന്ന് പിറക്കും മുമ്പേ പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ആ പുണ്യപാദങ്ങൾ മക്കയുടെ മണലിൽ തൊടുമ്പോൾ അരികിൽ പിതാവിൻ്റെ വാത്സല്യസ്പർശം ഉണ്ടായിരുന്നില്ല. 6 വയസ്സായപ്പോൾ മദീനയിലേക്കുള്ള യാത്രക്കിടയിൽ വെച്ച് ഉമ്മ ആമിനയും ഈ ലോകം വിട്ടു. ആ കുഞ്ഞു മുഖത്തെ സങ്കടത്തെ ആർക്കാണ് അളക്കാൻ കഴിയുക? 6 വർഷത്തെ ആശ്വാസമായിരുന്നു ഉമ്മ ആമിന. അവരുടെ മടിത്തട്ടിലെ ചൂടിൽ ലോകദുഃഖങ്ങളെല്ലാം അവിടുന്ന് മറന്നു. എന്നാൽ കാലം ആ വാത്സല്യത്തെയും വേർപെടുത്തി. മദീനയിൽ നിന്നും മടങ്ങവേ ഉമ്മയുടെ ഖബറിടം നോക്കി നിസ്സഹായനായി നിന്ന ആ 6 വയസ്സുകാരൻ്റെ ഏകാന്തത ഏതൊരു ഹൃദയത്തെയും തകർക്കുന്ന കാഴ്ചയായിരുന്നു. മരുഭൂമിയിലെ കാറ്റിനു പോലും ആ കുഞ്ഞിൻ്റെ നഷ്ടബോധം അളക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് താത്തൂപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണയിൽ 2 വർഷക്കാലം മാത്രം നീണ്ടുനിന്ന താൽക്കാലിക തണലായിരുന്നു അത്. 8 വയസ്സിനപ്പുറം ആ കരുതലോടെയുള്ള കൈകളും അവിടത്തേക്ക് നഷ്ടമായി. ശേഷം പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ താലിബിൻ്റെ കൈകളിലെത്തി. സ്വന്തം മക്കളെക്കാളേറെ സ്നേഹിച്ചും സംരക്ഷിച്ചുമാണ് ആ പൊന്നുമോനെ അദ്ദേഹം വളർത്തിയത്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു അബൂ താലിബിൻ്റേത്. ആ കഷ്ടപ്പാടുകൾ ചെറുപ്പം മുതലേ കണ്ടറിഞ്ഞ് ആടുകളെ മേച്ചും മറ്റും ആ കുടുംബത്തിന് താങ്ങും തണലുമായി. ഈ അനാഥത്വത്തിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും വളർന്ന ആ തിരുമേനിയാണ് പിന്നീട് ലോകത്തിലെ എല്ലാ അനാഥർക്കും ആശ്രയമായത്. സ്വന്തം ജീവിതത്തിലെ ദുഃഖങ്ങളെ മുഴുവൻ അവിടുന്ന് സമൂഹത്തിലെ ദുർബലർക്കുള്ള സാന്ത്വനമാക്കി മാറ്റി. ഈ ലോകത്ത് അനുഗ്രഹീതമായ വീട് അനാഥർക്ക് ആദരവ് നൽകുന്ന വീടാണെന്ന് പറഞ്ഞ നേതാവ്, അനാഥ സംരക്ഷണം കൊടുക്കുന്നവർ എന്നോടൊപ്പം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ നേതാവ്, എത്തി മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കരുത് എന്ന് പറഞ്ഞ നേതാവ്, അനാഥ ശിശുക്കളുടെ തലയിൽ വാത്സല്യത്തോട് തടവുമ്പോൾ കൈ സ്പർശിക്കുന്ന മുടിയിഴകളുടെ എണ്ണമനുസരിച്ച് പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞ നേതാവ്, അനാഥരെ സ്നേഹിക്കുന്നവരും ഞാനും നാളെ നാഥൻ്റെ സവിധത്തിൽ ഇതുപോലെ സമീപസ്ഥരാണെന്ന് 2 വിരലുകൾ ചേർത്ത് വെച്ച് പറഞ്ഞ നമ്മുടെ മുത്തു ഹബീബിനൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യമാണ് എത്തി മക്കളെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.